ഹായ് ഗായ്സ്, വെൽക്കം ടു സോറപ്പാറ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പോഡ്കാസ്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ എൻ്റെ പേര് പ്രണവ്. എൻ്റെ പേര് ജിഷ്ണു. അപ്പോൾ ഞങ്ങളുടെ പോഡ്കാസ്റ്റിൻ്റെ പേര് സോറപ്പാറ എന്നാണ്. സോറപ്പാറ എന്ന് പറഞ്ഞാൽ സൊറവറ പറഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, കലബല കലബല ബ്ല 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 അറിയില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ആ പേര് പോലെ തന്നെ ഞങ്ങളിങ്ങനെ സോറ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫസ്റ്റ് വീഡിയോൻ്റെ തീം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം. അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ ബേപ്പൂർ സുൽത്താൻ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ലൈക്ക് ഡാർക്ക് തീമാണ് എപ്പോഴും ബേപ്പൂർ സുൽത്താൻ ട്രയൽ. അതായത് പ്രേതത്തിൻ്റെ കഥയൊക്കെയാണ് കൂടുതലും ബേപ്പൂർ സുൽത്താൻ പ്രേതത്തിൻ്റെ പിന്നെ മിസ്റ്റീരിയസ് ആയ കുറേ കാര്യങ്ങളുടെ കഥയൊക്കെയാണ് പറയാറ്. അപ്പോൾ ഞങ്ങൾ അതുപോലത്തെ ഒരു എപ്പിസോഡാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാക്കിൽ കണ്ടാൽ ഞങ്ങൾ ഡീക്കോയാണ്, ഞങ്ങളൊരു പ്രയത്നം വരുത്താൻ ഉദ്ദേശിച്ചാണ്, പക്ഷെ അവനെ കോളാക്കി മര്യാദക്കാക്കിയില്ല. അപ്പോൾ ഇത് ഉണ്ണി, പാർത്ഥിവ്, ഞങ്ങൾ അനിയനാണ്. അപ്പോൾ നമ്മളിന്ന് മഞ്ചക്കല്ല് എവിടെയെന്ന് പറ. മഞ്ചക്കൽ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ബോയ്ക്കാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. അതായത് എന്താ പറയുക, ഫോറസ്റ്റുമായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ബോയ്ക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുറ്റിക്കോല് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു കണക്ഷൻ റോഡുണ്ട്. ആ റോഡിൻ്റെ ഏകദേശം നടുഭാഗം എന്നൊന്നും പറയാൻ പറ്റില്ല, ബോയ്ക്കാനം കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയുക, ചുറ്റും പാറയും കാടും പിന്നെ നടുക്കൊറ്റപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മറ്റേ മഞ്ചക്കൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ തന്നെ ഗ്രീനറി, ആ ഫോറസ്റ്റ് ആണ്. ലൈക്ക് നല്ല നല്ല രസമാണ് അവിടെ കാണാൻ, ഭയങ്കര രസമാണ്. ഇപ്പോൾ വയനാട് നമ്മൾ ഈ ഫോറസ്റ്റിലെല്ലാം പോകുന്നില്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് ഈ മഞ്ചക്കല്ല് ആ ഫോറസ്റ്റിൽ പോകുമ്പോൾ. പിന്നെ മഞ്ചക്കല്ല് ഈയിടെയായിട്ട് അടുത്തൊരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മഞ്ചക്കല്ലല്ലോ, ബോയ്ക്കാനം. അത് പുലിയന്തുരുത്തല്ലേ നീ പറഞ്ഞു? പുലിയന്തുരുത്ത് അവിടെ അതിന്റെ അടുത്തായിട്ട് വരുമല്ലേ. അതെന്ന് പറഞ്ഞൊരു ഐലൻഡില് ഒരു റിസോർട്ട് പോലെ ഒരു സംഭവമാണ്. അപ്പോ അല്ല പുഴയില് ഒരു തുരുത്താണ് ഐലൻഡ് പറഞ്ഞല്ലേ. അതാണ് ഞാൻ തോന്നുന്നത് എനിക്ക്. അപ്പോ ഈ മഞ്ചക്കൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ അതിലെ വണ്ടിയെല്ലാം എടുത്തിട്ട് പോകുമ്പോ ഭയങ്കര തണുപ്പാണ്. പിന്നെ പ്രത്യേകിച്ച് അവിടെ വൈൽഡ് ലൈഫ് നല്ലോണം ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആന ആയാലും കാട്ടുപോത്തായാലും പന്നി ആയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഈ അടുത്ത് പോയിട്ടാകുമ്പോൾ അവിടെ ആനനെ കണ്ടിട്ടുണ്ടായിന്. ഫോറസ്റ്റാറിലും വന്നിട്ട് പേടി വെച്ചിട്ടെല്ലാം പായിപ്പിക്കുന്നുണ്ടായിന് ആനേനെ. ഫോറസ്റ്റുകാർ സ്ഥിരമാണ് ആ ഏരിയയിൽ. അവർക്ക് ഒരു ഫോറസ്റ്റ് ഓഫീസ് വരെ ഉണ്ട് അവിടെ. ആ ഭാഗത്തൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് എപ്പോഴും ഒരു വന്യമൃഗം ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടാകുമ്പോൾ ഞങ്ങൾ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. എന്താ പറയുക, മഞ്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ബേസിക്കലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാം. എന്താ വെച്ചാൽ പല കഥകൾ കൊണ്ട് എന്താ പറയുക, സമ്പലിനേക്കാളും അതായത് നമുക്ക് ടൂറിസ്റ്റ് അട്രാക്ഷനേക്കാളും പോപ്പുലർ ആയിട്ടുള്ളത് തന്നെ ഇവിടുത്തെ കഥകളാണ്. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഈ സ്ഥലത്തിനെ അറിയുന്നത് അവിടുത്തെ പ്രേത കഥകളൊക്കെ കേട്ടിട്ടായിരിക്കും. തീർച്ചയായും അവിടെ ഈ പ്രേതകഥകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു പ്രേതകഥ എന്ന് മാത്രമല്ല എല്ലാ കഥകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, മഞ്ചക്കൽ താഴ്വരകളിലൂടെ എന്ന് പറയുന്ന ഒരു ബുക്ക്. ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ആ ബുക്ക് എവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് കോപ്പി മാത്രമേ അവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. കിട്ടിയാൽ വായിക്കണമെന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടെന്ന്. അപ്പോൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറീസ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ കഥയെല്ലാം ഞങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ ഞങ്ങളെ അമ്മമ്മ ഞാൻ ദുബായിലാണ്. പിന്നെ ഞാൻ ജനിച്ചു വളർന്നെല്ലാം ദുബായിലാണ്. അപ്പോട്ടനാണെങ്കിൽ ജിഷ്ണുലാലാണെങ്കിൽ നാട്ടിലാണ് ജനിച്ചു വളർന്നതെല്ലാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് വെക്കേഷന് പോകുമ്പോൾ അമ്മമ്മ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുതരും. ഈ കഥകൾ കേട്ടിട്ടാണ് ഞങ്ങൾക്ക് മഞ്ചക്കല്ലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഈ മഞ്ചക്കൽ എന്ന് പറയുന്നത് അമ്മമ്മേരെ നാടാണ്. അപ്പോൾ അമ്മമ്മേരെ നാടാണ്, അമ്മമ്മ അവിടെയാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അമ്മമ്മക്ക് ഇങ്ങനെ കുറേ കഥ അറിയാം അവിടുത്തെ. അതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ
നമുക്ക് ഫസ്റ്റ് സ്റ്റോറി തുടങ്ങാം. പറഞ്ഞോ. ഇതൊക്കെ നടന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ പറയാ, ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ എന്താ പറയാ, അമ്മമ്മയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കും, എന്തെങ്കിലും ഒരു കഥ പറഞ്ഞുതരോ, എന്തെങ്കിലും ഒരു കഥ പറഞ്ഞുതരോ. അപ്പോൾ പറഞ്ഞു തന്ന കഥയാണ് പലതും. ചിലപ്പോൾ വെറുതെ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾ ഒന്നിരിക്കാൻ വേണ്ടി പറഞ്ഞ കഥയായിരിക്കും. അതിലൊരു കഥയാണ് എൻ്റെ അമ്മമ്മേൻ്റെ അച്ഛനൊക്കെ എന്താ പറയുക, ഭയങ്കര ധൈര്യമായിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്താ പൊതുവെ എന്താ നേരത്തെ ഞങ്ങളൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബ്ലോപ്പേഴ്സ് കാണാം. അപ്പോ എന്താ നമ്മളുടെ എന്താ നമ്മൾ പറഞ്ഞേ, അമ്മമ്മേരെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പൊതുവെ ഇങ്ങനെ പേടി അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ വല്യച്ഛൻ ഒരു ദിവസം നമ്മുടെ മഞ്ചക്കല്ലിലൂടെ നടന്നു വരുമ്പോൾ ബാക്കിൽ ആരോ നടന്നു വരുന്ന പോലെ ഒരു സൗണ്ട് കേട്ട്. ഇതൊക്കെ പറഞ്ഞ എനിക്കറിയില്ല കേട്ടാ, എന്നോട് പറഞ്ഞ കഥ ഞാൻ പറയുന്നത്. ആരോ ബാക്കിൽ നടന്നു വരുന്ന പോലെ. ഈ പ്രേതകഥകളെ പ്രത്യേകത പറഞ്ഞാല് ആരും കണ്ടിട്ടില്ല, പക്ഷെ എല്ലാരും മറ്റവര് അവരോട് പറഞ്ഞാന്ന് പറയും അല്ലേ. ചിലപ്പോ ഞാൻ പറയാ, ചിലപ്പോ ഒരാള് കേട്ടതായിരിക്കില്ല മറ്റൊരാളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ അതിൽ കുറച്ച് മസാലോട് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മ ഒരാൾ നമുക്ക് പ്രേതകഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ടതാണോന്ന് വെച്ചാൽ അയാൾ കണ്ടതല്ല, അയാളോട് വേറെ ആള് പറഞ്ഞതാ. അയാളോട് പറഞ്ഞ ആളോട് ചോദിച്ചാൽ അയാൾ പറയും അയാളോട് വേറെ ആള് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോ ഞാൻ പറയാ, ഞാൻ കേട്ട കഥ എൻ്റെ അമ്മമ്മ പറഞ്ഞത് എനിക്ക്. അമ്മമ്മ ചിലപ്പോൾ വേറെ ആരുടെ കേട്ടതായിരിക്കും. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ വലിയ നടന്നുകൊണ്ട് വരുമായിരുന്നു ബസ് സ്റ്റാൻഡിലൂടെ നടന്നു വരുമ്പോൾ ബാക്കിൽ ആരോ നടക്കുന്ന പോലെ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആരുമില്ല. എന്താ പറയുക, മഞ്ചക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 200 മീറ്റർ വരെ പാറയാണ്. 200-150 മീറ്ററൊക്കെ പാറയിലൂടെ നടന്നു വരാം. വിശാലമായ സ്ഥലമാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക, ഒരു ആർച്ച് പോലെയാണ്, കാടുകൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ളൊരു റോഡാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്തോ ഒരു മിസ്റ്ററിയാണ്, ഇപ്പോഴും മിസ്റ്ററിയാണ്. എന്താ വെച്ചാൽ അമ്മാതിരി ലൊക്കേഷനാണത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ബാക്കിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. വിളിക്കുന്ന പോലെ തോന്നിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരാൾ ബീഡി എന്ന് പറഞ്ഞാൽ അറിയില്ല, അതായത് സിഗരറ്റ് അല്ല, വേറൊരു ടൈപ്പ് സാധനം, ചെറിയ സാധനം. പ്രകാശ് ബീഡി എന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലറാണ് നാട്ടില്. ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാൾ വീഡിയോ വലിച്ചുകൊണ്ട് ബാക്കിൽ വരുന്ന പോലെ തോന്നിയോളൂ. എന്നിട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. പക്ഷെ ബാക്കിൽ നിന്ന് ആരൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നോക്കി, അപ്പോഴും ആരും കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആ ആർച്ച് പോലുള്ള സ്ഥലത്തെത്തുമ്പോൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ സിഗരറ്റ് ഈ ബീഡി വലിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ബാക്കിൽ നടക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു ജസ്റ്റ് നോക്കി ആരാന്ന് ചോദിക്കുമ്പോൾ വഴി ഏതാന്ന് ചോദിച്ചോളൂ. എങ്ങോട്ടാ വഴി എങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. അതായത് നമ്മളെ ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഭാഷയിലാണ്. ഞാനത് നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത്. വഴി ഏതാന്ന് ചോദിച്ചു. വഴി ഏതാന്ന് ചോദിക്കുമ്പോൾ ഓർത്തു ഏത് ബൈ ഓർത്തു അങ്ങനെയാണ് ശരിക്കും പറയാം. വഴി ഏതാ ചോദിക്കുമ്പോൾ വലിയച്ഛൻ എന്തോ ചോദിച്ചു, വഴി അങ്ങോട്ടാ പറഞ്ഞു. അങ്ങോട്ടാ പറയുമ്പോൾ വലിയച്ഛൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആളുമില്ല. ഈ കഥയൊക്കെ വീട്ടിലെത്തിയിട്ട് ഇവരോടൊക്കെ പറയുമ്പോൾ ഒക്കെ വലിയച്ഛൻ നോർമലാണ്. അതായത് വലിയച്ഛൻ അത് ആ ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആരാന്ന് ചോദിച്ചാൽ ആരുമില്ല, അവിടെ കാണിക്കാൻ ആരുമില്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ കഥകളുണ്ട്. എന്താ പറയുക, മുമ്പിൽ ആൾക്കാരെ കണ്ടു, പക്ഷെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആരും കാണാത്തൊരവസ്ഥ. അങ്ങനെ കുറേ കഥ കണ്ട് പേപ്പിൽ. പിന്നെ ഞാൻ വേറൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഒരാള് ഈ ഓട്ടോ ഡ്രൈവർ രാത്രി ഇങ്ങനെ ഓട്ടോറിക്ഷ എടുത്തിട്ട് വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അയാളുടെ മുമ്പിൽ ഒരു സ്ത്രീയാന്ന് തോന്നുന്നു, സ്ത്രീയോ ആണോ ആണോന്ന് അറിയില്ല, ആണോ പെണ്ണോന്ന് അറിയില്ല, ലൈക്ക് കൈ കാണിച്ചു ഇങ്ങനെ. എന്നിട്ട് കൈ കാണിച്ചിട്ട് ഈ ഓട്ടോ ഡ്രൈവർ നിർത്തിയാണ് വണ്ടി. എന്നിട്ട് ഇവര് ഈ ആള് അകത്ത് കയറി, ഓട്ടോന്റെ അകത്ത് കയറി. എന്നിട്ട് ഇയാൾ വഴിയേടാന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ പറഞ്ഞു തോന്നുന്നു. ഇയാൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അയാൾ എന്തെല്ലോ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അതാ അവസാനം നമ്മൾ എത്തുന്ന സെയിം പോയിന്റിലേക്കാണ്. എല്ലാരും എല്ലാ കഥയും എത്തുന്നത് പറഞ്ഞാല് ലാസ്റ്റ് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ആരും മരിച്ചു അങ്ങനത്തെ ഒരു കഥയൊന്നും കേട്ടിട്ടില്ല നമ്മള്. പക്ഷെ എന്താ പറയാ, അവിടെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
എന്തൊക്കെയോ ദൈവങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ മനുഷ്യന്മാരുടെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കഥകൾ കൊണ്ട് സമ്പന്നമാണ് ആ ഏരിയ. എന്താ ഹനുമാൻ എന്ന് പറഞ്ഞ ദൈവമില്ലേ, ഹനുമാൻ മുട്ടൂത്തിയ സ്ഥലം അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റിയലാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് അവിടെ. അല്ല അങ്ങനത്തെ ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ കുത്തിയതാണോന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ ഒരു സ്പേസ് അവിടെ, ഒരു വട്ടത്തിലുള്ള ഒരു സ്പേസ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് എന്താ പറയാ, ഹനുമാൻ മുട്ടുകുത്തിയ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ കഥകളുണ്ട്. പിന്നെ വേറെ ഏത് കഥ നിങ്ങൾക്കറിയാം? വേറെ മറ്റേ എനിക്ക് മറ്റേ ഒരു കഥയുണ്ട്. ലൈക്ക് അമ്മമ്മ പണ്ട് കിടക്കായിരുന്നു. ആ സമയത്ത് ലൈക്ക് മൂത്ത ഒരാള് പത്തായപ്പരയിലായിരിക്കും കിടക്കുന്നത്. അതായത് പത്തായം എന്ന് പറഞ്ഞാൽ ലൈക്ക് നെല്ലെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അതിന്റെ മീത്ത ഒരു മൂത്ത ഒരാൾ കിടക്കണം. അപ്പൊ മൂത്ത ഒരാള് കിടക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മമ്മ ലൈക്ക് നോക്കുമ്പോഴേക്ക് ഒരാള് മൂത്ത ചേട്ടന്റെ അടുത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീല് തോന്നി. ലൈക്ക് ഒരാള് നടന്നിട്ട് പോകുന്ന മൂത്ത ചേട്ടന്റെ അടുത്തേക്ക്. അപ്പോ അമ്മമ്മ കണ്ടിട്ടാകുമ്പോ അമ്മമ്മ എല്ലാരും വിളിക്കുമ്പോഴേക്ക് ആരും ഇല്ല അവിടെ. നേരത്തെ പറഞ്ഞ അതേ സംഭവം. ഇങ്ങനെ കൊറേ കഥകളാൽ സമ്പന്നമാണ് അവിടെ മഞ്ചക്കല്ല്. പിന്നെ മഞ്ചക്കല്ല് കുറെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരെ കുറെ കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ തേങ്ങയെല്ലാം വന്ന് കട്ടെടുക്കും. പിന്നെ തലയില് വന്നിട്ട് പേരെടുക്കുന്നുണ്ട്. അല്ല സത്യമാണോന്ന് അറിയില്ല, അമ്മ പറഞ്ഞ അമ്മമ്മയോട് പിന്നെ ചോദിക്കേണ്ടി വരും. അങ്ങനെ കുറെ കഥ ഉണ്ട് കുരങ്ങന്മാരെല്ലാം കുറിച്ചിട്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും പക്ഷെ നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും പറയണം. എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം, അത് പൊതുവെ എന്താ പറയുക, പ്രേതങ്ങളെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു നാടായതുകൊണ്ട് അതിനെ മുതലാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഒരു ഓഡിയോയും ഫോട്ടോയുമായിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ആ ഏരിയയിൽ. അതായത് ഭയങ്കരത്തിൽ സൗണ്ട് കേൾക്കുന്നത്, ഭയങ്കരത്തിൽ ഒരു വെറൈറ്റി ഉള്ള സൗണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം ആ സൗണ്ട്. ഇതിൽ അത് കേട്ടാൽ ആരാലും പഠിക്കും, ഞാനാലും പഠിക്കും, നീയാലും പഠിക്കും. അമ്മാതിരി സൗണ്ട്. ആ സൗണ്ടും പിന്നെ ഒരു പ്രേതത്തിൻ്റെ ഒരു ഫോട്ടോയും, പ്രേതമൊന്നും പറയാൻ പറ്റില്ല, ഒരു വിചിത്രമായ ഒരു ഫോട്ടോയും. ഇത് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കണ്ടതാണ്, എൻ്റെ ഫ്രണ്ട്സ് കണ്ടതാണ്, അവർ ബൈക്ക് അവിടെ വെച്ചിട്ട് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ്. ആ ഫോട്ടോ എന്ന് വെച്ചാൽ 10 വർഷം മുമ്പ് എങ്ങാനോ ആ ഗൂഗിളിൽ വന്ന ഫോട്ടോ ആണ്. അത് വെച്ചിട്ട് നാട്ടുകാരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ ഒന്നാമത് ആ ഏരിയയിൽ അധികം വീടുകളൊന്നുമില്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ ആൾക്കാർ ജസ്റ്റ് ടോർച്ചൊക്കെ പിടിച്ച് ആൾക്കാരെ പേടിപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർക്ക്. പിന്നെ അതൊക്കെ എന്താ പറയുക, ആൾക്കാരുടെ ഒരു രസം. അതെന്താ വെച്ചാൽ ഞങ്ങൾ കസിൻസൊക്കെ കൂടുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ പിള്ളേർക്കൊക്കെ ഒരു ക്യൂരിയസ് ആണല്ലോ, നമ്മൾ പ്രേതം എന്ന് പറഞ്ഞാൽ എന്നാ നോക്കാം, നമുക്ക് പോയിട്ട് നോക്കാമെന്ന് വെച്ച് ഞങ്ങളൊരു ദിവസം വെള്ളിയാഴ്ച ഞാൻ ചില ദിവസങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഓർമ്മയില്ല, ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ആ ദിവസം പോയിട്ടാകുമ്പോൾ ജസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോ ഇടുമല്ലോ, ഇതാ ഞങ്ങൾ ഇവിടെ മഞ്ചക്കല്ലുണ്ട്, രാത്രി ഇത്ര 12 മണിക്ക് ഞങ്ങൾ മഞ്ചക്കല്ലുണ്ട് പറഞ്ഞിട്ട് ഫോട്ടോ ഇടുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിൽ എന്തോ ഒരു സൗണ്ട് കിട്ടിയ ഭയങ്കര ഒരു വെറൈറ്റി ഇല്ല സൗണ്ട്. പിന്നെ ഞാൻ റീപ്ലൈ ചെയ്യുമ്പോഴേക്ക് ഒരു മുരൾച്ച പോലെ കിട്ടിയ, എന്നെ നോക്കുമ്പോഴേക്കും ഒരു കാട്ടുപോത്ത്. ഞാൻ കാട്ടുപോത്തിനെ കണ്ട് ഞങ്ങൾ ബാക്കിലോട്ട് വന്നിട്ടാകുമ്പോഴേക്ക് റോട്ടിൽ കൂടി വണ്ടി പോകുന്നുണ്ട്, വലിയ വണ്ടി പോകുന്നുണ്ട്. ആ വലിയ വണ്ടി സൈഡ് ഒതുക്കി ഫ്ലാഷ് ലൈറ്റിൽ ഞങ്ങൾ കറക്റ്റ് കാട്ടുപോത്തിനെ കണ്ട്, വലിയ കാട്ടുപോത്ത്. പക്ഷെ അത് അവിടെ വലിയ വിഷയമൊന്നുമല്ല, ഇഷ്ടംപോലെ കാട്ടുപോത്തും കടുവയും എന്താ പറയാ പന്നി, ആന എല്ലാം കൊണ്ട് സമ്പന്നമാണ് ആ സ്ഥലം. അന്ന് ഞാൻ പോയിട്ടാകുമ്പോ മറ്റേ കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെന്താ പറയാനല്ലേ, വേറെ നമുക്ക് കാസർഗോഡിനെ കുറിച്ചാണ് കുറച്ച് പറയാനുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്ന എന്താ പഴയ ആൾക്കാർ പറയാറുണ്ട്, പ്രേതത്തിൻ്റെ കഥയും പാമ്പിൻ്റെ കഥയും പറഞ്ഞാൽ തീരൂല. അതായത് ഇഷ്ടംപോലെ കഥകൾ ഉണ്ടാക്കിയെടുക്കും ആൾക്കാർ. ഇങ്ങനെ പറഞ്ഞ് കാട് കയറി പോകും. നിന്നോട് പറഞ്ഞ കഥയായിരിക്കില്ല എന്നോട് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ രണ്ട് സെൻറ്റൻസ് അധികം കൂട്ടിയിട്ടായിരിക്കും മറ്റൊരാളോട് പറയുന്നത്. അപ്പം ഇഷ്ടംപോലെ കഥകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ആരും കണ്ടിട്ടില്ല പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതാണ് പ്രേതത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ. അപ്പോൾ
പിന്നെ കാസർഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെയ്യം, കണ്ണൂരും കാസർഗോഡ് എന്ന് പറയുന്നത് തെയ്യത്തിന്റെ നാടാണ്. അപ്പോൾ തെയ്യത്തിന്റെ കുറെ കഥ ഉണ്ട് നമ്മളെ കാസർഗോഡ്. അത് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തണം. നമുക്ക് നമുക്ക് വേറെ തന്നെ പോഡ്കാസ്റ്റ് വരുത്താം. അടുത്ത പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോഡ്കാസ്റ്റിലോ തെയ്യത്തിനെ കുറിച്ച് പറയാം. അതിന് കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് ഇത്ര മതിയല്ലേ? അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് സത്യമാണോ ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേതത്തിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കഥ ഷെയർ ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ. പിന്നെ ഞങ്ങളെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും പറയുന്ന പോലെ തന്നെ, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ. പിന്നെ ലൈക്ക് നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അത് ഞങ്ങൾക്ക് വരുന്ന വീഡിയോസ് ചെയ്യാൻ കുറച്ചും കൂടെ എന്താവും പ്രചോദനമാകും. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുന്നത് വരേക്കും വണക്കം. ബൈ ബൈ.